ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ നുണപ്രചാരണങ്ങൾ പൊളിച്ചടുക്കി ഇന്ത്യ. യുദ്ധം ചെയ്യാൻ മടിച്ചതിന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കി എന്നതടക്കമുള്ള നുണക്കോട്ടകളാണ് പൊളിഞ്ഞു വീണത്. ആയുധബലം കൊണ്ടോ നയതന്ത്ര കരുത്തുകൊണ്ടോ ഇന്ത്യയെ വെല്ലുവിളിക്കാനാകില്ലെന്ന ബോധ്യമുള്ള പാകിസ്ഥാന്റെ അവസാന അടവുകളിലൊന്നാണ് നുണപ്രചാരണം. ഇന്ത്യൻ സൈനികരുടെ മനോവീര്യം കെടുത്താനാകുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ പാക് നുണകൾക്ക് പോലും അധികം ആയുസില്ല. ഡിഫൻസ് ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ DS റാണയെ പുറത്താക്കിയെന്നാണ് പാക് മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തിയ ആദ്യ നുണ. കാലാപാനിയിലേക്ക് അയച്ചെന്നാണ് പാക് സൈബർ പോരാളികളുടെ പരിഹാസം. എന്നാൽ തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തതാണ് യാഥാർത്ഥ്യം. ലഫ്റ്റനന്റ് ജനറൽ സുജീന്ദ്ര കുമാറിനെ നോർത്തേൺ കമാൻഡിൽ നിന്ന് പുറത്താക്കിയെന്നത് അടുത്ത നുണ. 4 പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ ഏപ്രിൽ 30 അദ്ദേഹം വിരമിച്ചെന്നതാണ് നേര്. നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവും ഇതാണ്. യുദ്ധം ചെയ്യാൻ മടിച്ചതിന് എയർ മാർഷൽ SP ധൻഖറിനെ പുറത്താക്കിയെന്നത് അടുത്ത നുണ. അദ്ദേഹവും സർവീസ് പൂർത്തിയാക്കി ഏപ്രിൽ 30 വിരമിച്ചതാണ്. വിരമിച്ചവരാവട്ടെ എല്ലാ ആദരവും സ്വീകരിച്ചാണ് സൈനിക സേവനം അവസാനിപ്പിച്ചത്. നുണ പ്രചരിപ്പിക്കുന്ന പാക് മാധ്യമങ്ങളെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകളെയും ഇന്ത്യയിൽ പൂട്ടുകയാണ് കേന്ദ്രം. 24 ഡൽഹി.